ഹായ് ഫ്രണ്ട്സ്, PSC ബിഗിനേഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ ദൂരം, സമയം, വേഗത, അതുപോലെ തീവണ്ടിയുടെ പ്രോബ്ലംസ് ഇവ ചെയ്ത് നോക്കിയിരുന്നു. എന്നാൽ നമുക്ക് കുറച്ചുകൂടി കണക്കുകൾ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു ബേസിക് ഓൾറെഡി ഉണ്ട്. ഞാൻ ഒന്ന് റിവേഴ്സ് ചെയ്യാണ്. അതിനുശേഷം നേരെ നമുക്ക് വീണ്ടും ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഒന്ന്, ദൂരം എന്ന് പറയുന്നത് നമ്മൾ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള അകലത്തെയാണ് ദൂരം എന്ന് പറയുന്നത്. അത് യൂഷ്വലായിട്ട് ഒരുപാട് ലാർജ് ഡിസ്റ്റൻസ് ഒക്കെയാണ് വെച്ചാൽ നമ്മൾ കിലോമീറ്ററിലും, അതേസമയം സ്മോൾ ഡിസ്റ്റൻസിനെ നമ്മൾ മീറ്ററിലുമാണ് അളക്കുക. വേഗത എന്ന് പറയുന്നത് നമ്മൾ ഒരു ദൂരം കവർ ചെയ്യാൻ എടുക്കുന്ന സമയം കൊണ്ട് ദൂരത്തെ ഹരിക്കുമ്പോഴാണ് നമുക്ക് വേഗത കിട്ടുന്നത്. അല്ലെങ്കിൽ ഒരു ദൂരം കവർ ചെയ്യാൻ വേണ്ടി നമ്മൾ എത്ര സ്പീഡിലാണ് പോയത് എന്ന് അറിയുന്ന ഇതാണ് വേഗത എന്ന് പറയുന്നത്. 1 km/h എന്ന് പറയുന്നത് നമ്മുടെ 5/18 m/s ആണ്. അതായത് 1 മണിക്കൂറിൽ നമ്മൾ 1 കിലോമീറ്റർ സഞ്ചരിക്കുന്നു എന്ന് പറയുന്നത് നമ്മൾ 18 സെക്കൻഡ് കൊണ്ട് 5 മീറ്റർ സഞ്ചരിക്കുന്നതിന് തുല്യമാണ്. അടുത്താണ് ഈ ഒരു ട്രെയിനിന്റെ ലെങ്ത് പറയണത്. അതുപോലെ ട്രെയിനിന്റെ ഇടയിൽ, രണ്ട് ട്രെയിനിന്റെ ഇടയിൽ ഗ്യാപ്പ് ഉണ്ട്, ഒരു L പറഞ്ഞിട്ട് ഗ്യാപ്പ് ഉണ്ട്. അങ്ങനെയാണ് വെച്ചാൽ, അതുപോലെ ട്രെയിൻ വന്നിട്ട് രണ്ടും ഒരേ സെയിം ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ വേഗത കണക്കാക്കാനുള്ള സൂത്രവാക്യം എന്ന് പറയുന്നത് രണ്ട് ലെങ്തിന്റെയും നീളം പ്ലസ് അവ തമ്മിൽക്കിടയിലുള്ള ദൂരം ഡിവൈഡഡ് ബൈ റിലേറ്റീവ് വെലോസിറ്റി. റിലേറ്റീവ് വെലോസിറ്റി എങ്ങനെ കാണുക? ഒരേ ഭാഗത്തേക്കാണ് ട്രെയിൻ പോകുന്നതെന്ന് വെച്ചാൽ v1 മൈനസ് v2, അതേസമയം ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വെച്ചാൽ v1 പ്ലസ് v2മാണ്. അപ്പോൾ ഈ കണക്കിൽ എങ്ങനെയായിരിക്കും? L1 പ്ലസ് L2 പ്ലസ് അവ തമ്മിലുള്ള ഗ്യാപ്പ്, രണ്ട് ട്രെയിനിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് എങ്ങനെയാണ്? L എന്ന് വയ്ക്കുക. അപ്പോൾ L1 പ്ലസ് L2 പ്ലസ് L ഡിവൈഡഡ് ബൈ v1 മൈനസ് v2. ഇനി ഒരു ട്രെയിൻ ഒരു പ്ലാറ്റ്ഫോമിനെയാണ് ക്രോസ് ചെയ്യുന്നത് വെച്ചാൽ ട്രെയിനിൻ്റെ ലെങ്ത്തും പ്ലാറ്റ്ഫോമിൻ്റെ ലെങ്ത്തും കൂടി കൂട്ടണം. അല്ലെങ്കിൽ പാലത്തെയാണ് വെച്ചാൽ പാലത്തിൻ്റെ ലെങ്ത് കൂട്ടണം. അപ്പോൾ എങ്ങനെയാവും? ലെങ്ത് ഓഫ് ട്രെയിൻ പ്ലസ് LT പ്ലസ് ലെങ്ത് ഓഫ് പാലം LP ബൈ എന്താണ്? ട്രെയിനിൻ്റെ വെലോസിറ്റി. ഇങ്ങനെയാണ് നമ്മുടെ വേഗത കണക്കാക്കുന്നത്. അടുത്തത്, ഒരു ആളിനെയാണ് നമ്മൾ ട്രെയിൻ കടന്നു പോകുന്നത് വെച്ചാൽ എന്ത് ചെയ്യണം? ട്രെയിനിൻ്റെ ലെങ്ത് ഡിവൈഡഡ് ബൈ ട്രെയിനിൻ്റെ എടുത്ത സമയമാണ് അതിൻ്റെ ട്രെയിനിൻ്റെ വേഗത എന്ന് പറയുന്നത്. ഇനി ആവറേജ് വെലോസിറ്റി രണ്ട് ഇതുണ്ട്. ഒന്ന് വന്നിട്ട് നമ്മൾ പകുതി ദൂരം v1 വെലോസിറ്റിയിലും പകുതി ദൂരം v2 വെലോസിറ്റിയിലുമാണ് സഞ്ചരിച്ചു വെച്ചാൽ നമ്മുടെ ആവറേജ് വേഗത എന്ന് പറയുന്നത് 2v1 v2 ബൈ v1 പ്ലസ് v2 ആണ്. അതേസമയം നമ്മൾ പകുതി സമയം u1 സ്പീഡിലും പകുതി സമയം u2 സ്പീഡിലുമാണ് വെച്ചാൽ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് u1 പ്ലസ് u2 ബൈ 2 ആണ്. അതെങ്ങനെയാണ് അതിലെത്തിയതെന്ന് നമ്മൾ നോക്കിയിരുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇത് ക്വസ്റ്റ്യൻ, 240 മീറ്റർ നീളമുള്ള ട്രെയിൻ ഒരു പോസ്റ്റ് കടന്നു പോകുന്നതിന് വേണ്ട സമയം 24 സെക്കൻഡാണ് എങ്കിൽ 750 മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോം കടന്നു പോകുന്നതിന് എത്ര സമയം വേണം? അപ്പോൾ നമുക്ക് ഈ കണക്ക് നോക്കാം. ലെങ്ത് ഓഫ് ട്രെയിൻ എന്ന് പറയുന്നത് 240 മീറ്റർ തന്നിട്ടുണ്ട്. ടൈം, ഒരു പോസ്റ്റ് കടന്നു പോകാനുള്ള സമയം പറയുന്നത് 24 സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ വെലോസിറ്റി ഓഫ് ട്രെയിൻ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ട്രെയിൻ ബൈ ടൈം ടേക്കൻ ടു ക്രോസ് ദ പോസ്റ്റ്. അപ്പോൾ എത്ര വരും? 240/24. അപ്പോൾ 10 m/s ആണ് ട്രെയിനിൻ്റെ വേഗത എന്ന് പറയുന്നത്. ഇനി ലെങ്ത് ഓഫ് പ്ലാറ്റ്ഫോം എത്ര തന്നിരിക്കുന്നത്? 750 മീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്ലാറ്റ്ഫോമിൻ്റെ ക്രോസ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ടൈം കണക്ക് കൂട്ടുമ്പോൾ എന്ത് ചെയ്യണം? പ്ലാറ്റ്ഫോമിൻ്റെ ലെങ്ത്തും കൂടി കൂട്ടണം. ഓക്കെ, ഇതാണ് പ്ലാറ്റ്ഫോം. അപ്പോൾ ലെങ്ത്ത് ഇങ്ങോട്ട് കടന്നു പോകുന്നു, ട്രെയിൻ ഇങ്ങോട്ട് വരികയാണ്. അപ്പോൾ ഇത് കണക്കൂട്ടാൻ എന്ത് ചെയ്യണം? ലെങ്ത് ഓഫ് ട്രെയിൻ പ്ലസ് ലെങ്ത് ഓഫ് പ്ലാറ്റ്ഫോം കൂട്ടണം. അപ്പോൾ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ട്രെയിൻ പ്ലസ് ലെങ്ത് ഓഫ് പ്ലാറ്റ്ഫോം വിച്ച് ഈസ് ഈക്വൽ ടു എത്ര വരും? 750 പ്ലസ് 240 എത്ര വരും? 990 വരും. ഓക്കെ, ഇനി വെലോസിറ്റി ഓഫ് ട്രെയിൻ എത്രയാണ്? 10 m/s. അത് വന്നിട്ട് ഇവിടെ നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ ടോട്ടൽ ടൈം എടുക്കുക എത്രയാണ്? ലെങ്ത് ഓഫ് ട്രെയിൻ ടോട്ടൽ ലെങ്ത് ഡിവൈഡഡ് ബൈ വെലോസിറ്റി വിച്ച് ഈസ് ഈക്വൽ ടു എത്ര വരും? 99 ആൻസർ വരും. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മൾ ഒന്നും കൂടി പറഞ്ഞുതരാം. ലെങ്ത് ഓഫ് ട്രെയിൻ പറയുന്നത് 240 ആണ്. ഒരു പോസ്റ്റിനെ ക്രോസ് ചെയ്യാൻ 24 സെക്കൻഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ വെലോസിറ്റി ഓഫ് ട്രെയിൻ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ട്രെയിൻ ഡിവൈഡഡ് ബൈ ടൈം ആണ്. അപ്പോൾ 240 ഡിവൈഡഡ് ബൈ 24 10 m/s എന്ന് കിട്ടും. പ്ലാറ്റ്ഫോമിൻ്റെ ലെങ്ത് 750 തന്നിട്ടുണ്ട്. ട്രെയിനിൻ്റെ ലെങ്ത് 240 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ലെങ്ത് ക്രോസ് ചെയ്യേണ്ടത് 990 ആണ്.
അപ്പോൾ ടൈം എത്ര വരും? 990 ഡിവൈഡഡ് ബൈ ട്രെയിനിൻ്റെ വേഗതയാണ്. 990 ബൈ 10 99 വരും. ഇങ്ങനെയാണ് കണക്ക് കൂട്ടുന്നത്. ഇനി ഇത് വേറെ എങ്ങനെ കണക്ക് കൂട്ടാം? 240 മീറ്റർ ക്രോസ് ചെയ്യാൻ 24 സെക്കൻഡ്. ഓക്കെ, നമുക്ക് എത്ര കണക്ക് എത്ര മൊത്തം കിടക്കേണ്ടത്? 740 പ്ലസ് 240, അപ്പോൾ എത്ര വരും? 990 വരും. ഓക്കെ, അപ്പോൾ 990 ക്രോസ് ചെയ്യാൻ എത്ര വേണ്ടി വരും? 240 ക്രോസ് ചെയ്യാൻ 240 മീറ്റർ ക്രോസ് ചെയ്യാൻ നമുക്ക് 24 സെക്കൻഡ് ആണ് വേണ്ടത്. അപ്പോൾ 1 മീറ്റർ ക്രോസ് ചെയ്യാൻ എത്ര വേണ്ടി വരും? 24/240. ഓക്കെ, അപ്പോൾ 990 മീറ്റർ ക്രോസ് ചെയ്യാൻ എത്ര വേണ്ടി വരും? 24/240 ഇൻറ്റു 990. അപ്പോൾ ഇതിങ്ങനെ വെട്ടിപ്പോവും, 24 വെട്ടിപ്പോവും, ബാക്കിയുള്ള 999. ഇങ്ങനെയും കണക്ക് കൂട്ടാം. ഇതാണ് ഈസി മെത്തേഡ്. അടുത്ത ക്വസ്റ്റ്യൻ, 120 മീറ്റർ നീളമുള്ള തീവണ്ടി. ലെങ്ത് ഓഫ് ട്രെയിൻ എത്ര പറയുന്നത്? 120 മീറ്റർ ആണ്. അതിന്റെ വേഗത എന്ന് പറയുന്നത് എത്രയാണ്? 108 കിലോമീറ്റർ പെർ അവർ ആണ്. ഓക്കെ, നമുക്കിവിടെ തന്നിരിക്കുന്ന ട്രെയിനിന്റെ ലെങ്ത് മീറ്ററിലാണ്. അപ്പോൾ നമ്മൾ വെലോസിറ്റിനെയും അല്ലെങ്കിൽ സ്പീഡിനെയും എന്ത് ചെയ്യണം? മീറ്ററിലോട്ട് മാറ്റണം. അപ്പോൾ എന്ത് ചെയ്യും? 108 ഇൻറ്റു 5/18 ചെയ്താൽ മതി. 18 ചെയ്യുമ്പോൾ എത്ര വരും? 18നെ 108 കൊണ്ട് ഹരിച്ചാൽ എത്ര വരും? 6 വരും. ഓക്കെ ആണ്, 6 8 48 60. അപ്പോൾ വെലോസിറ്റി എന്ന് പറയുന്നത് 30 വരും. ട്രെയിനിന്റെ സ്പീഡ് എത്രയാണ്? 30 ആണ്. ഇനി അടുത്ത് നോക്കാം. ഈ തീവണ്ടി 180 മീറ്റർ നീളമുള്ള പാലം കറക്കാൻ എത്ര എടുക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ പാലം കറക്കാൻ എന്ത് ചെയ്യണം? ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് ട്രെയിനിന്റെ ലെങ്ത് പ്ലസ് പ്ലാറ്റ്ഫോമിന്റെ അല്ലെങ്കിൽ പാലത്തിന്റെ ലെങ്ത് കണക്ക് കൂട്ടണം. ട്രെയിനിന്റെ ലെങ്ത് 120 തന്നിട്ടുണ്ട്, പ്ലാറ്റ്ഫോമിന്റെ പാലത്തിന്റെ ലെങ്ത് 150 തന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ലെങ്ത് 300 ആയി. ഇനി ട്രെയിനിന്റെ വേഗത എന്ന് പറയുന്നത് 30 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ ട്രെയിനിന്റെ വേഗത എന്ന് പറയുന്നത് 30 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ ടൈം എടുക്കുന്നത് എത്രയാണ്? ലെങ്ത് ഡിവൈഡഡ് ബൈ വെലോസിറ്റി വിച്ച് ഈസ് ഈക്വൽ ടു 300 ഡിവൈഡഡ് ബൈ 30. അപ്പോൾ എത്ര വരും? 30 ഡിവൈഡ് 10 സെക്കൻഡ് വരും. ആൻസർ ബി ആണ് ആൻസർ. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് എന്താണ്? മീറ്ററിലാണ് തന്നിരിക്കുന്നത് വെച്ചാൽ എല്ലാതും മീറ്ററിലേക്ക് മാറ്റാൻ നോക്കുക, അല്ലെങ്കിൽ കിലോമീറ്ററിനെ വെച്ച് കിലോമീറ്ററിലേക്ക് മാറ്റാൻ തരിക. രണ്ട് യൂണിറ്റുകൾ ഡിഫറൻ്റ് ആയിട്ട് ചെയ്യരുത്. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, ഒരു കിലോമീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് 5/18 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി ഇത് വേറെ എങ്ങനെ ചെയ്യാം നമുക്ക് നോക്കാം. 120 മീറ്റർ നീളമുള്ള ട്രെയിൻ ക്രോസ് ചെയ്യാൻ എത്ര എടുക്കും? 30 മീറ്റർ പെർ സെക്കൻഡിലാണ് വെച്ചാൽ 120/30 4 സെക്കൻഡ് എടുക്കും. ഓക്കെ, ഇനി നമുക്ക് എത്രയാണ്? 150 മീറ്റർ, 150 120 300. അപ്പോൾ 300 മീറ്റർ ആണോ വെച്ചാൽ എത്ര എടുക്കും? 120 മീറ്ററിന് 4 സെക്കൻഡ്. അപ്പോൾ 1 മീറ്ററിന് 4/120. 300 മീറ്റർ ആകുമ്പോൾ 4/120 ഇൻറ്റു 300. അപ്പോൾ എത്ര വരും? 10 സെക്കൻഡ്. ഇങ്ങനെയും കണക്ക് കൂട്ടാം. ഇതെങ്ങനെയാണ് മനസ്സിലായോ? അതായത് നമ്മൾ ഓൾറെഡി കണക്ക് കൂട്ടിയിരുന്നു വെലോസിറ്റി 120 മീറ്റർ ഇവിടെ കണക്ക് കൂട്ടിയിരുന്നു. 120 മീറ്റർ, വെലോസിറ്റി 30. അപ്പോൾ 120 മീറ്ററുള്ള നീളമുള്ള ട്രെയിന് ഒരു പോസ്റ്റിനെ കവർ ചെയ്യാനുള്ള വെച്ചാൽ എത്ര സമയം എടുക്കുക എന്ന് പറയുന്നത്? 120 ഡിവൈഡ് ബൈ 30 4 സെക്കൻഡ് ആയിരിക്കും. അതായത് 120 മീറ്റർ നീളമുള്ള ട്രെയിന് 120 മീറ്റർ ക്രോസ് ചെയ്യാൻ 4 സെക്കൻഡാണ് എടുക്കുക. അപ്പോൾ 1 മീറ്റർ ക്രോസ് ചെയ്യാൻ 4/120 എടുക്കും. നമുക്ക് എത്രയാണ് പ്ലാറ്റ്ഫോമിന്റെ ലെങ്ത്? 150. ട്രെയിനിന്റെ ലെങ്ത് എത്രയാണ്? 120. 300 മീറ്റർ ആണ് നമുക്ക് ക്രോസ് ചെയ്യേണ്ടത്. അപ്പോൾ എത്ര എടുക്കാം? 300 മീറ്റർ ക്രോസ് ചെയ്യാൻ എത്ര എടുക്കും? 4/120 ഇൻറ്റു 300 എടുക്കും, വിച്ച് ഈസ് ഈക്വൽ ടു 10 സെക്കൻഡ് എന്ന് കിട്ടും. ഇനി അടുത്ത കണക്കിലേക്ക് പോകാം. ഈ കണക്ക് നമ്മൾ ദിശകളൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് നോക്കാം, അതായിരിക്കും ഈസി. അടുത്തത്, അമൽ ഒരു യാത്രയുടെ ആദ്യത്തെ 2 മണിക്കൂർ സമയം 30 km/h. ആദ്യത്തെ 2 മണിക്കൂർ എന്ത് ചെയ്തു? 30 km/h പോയത്. ശേഷിക്കുന്ന 3 മണിക്കൂർ എന്ത് ചെയ്തു? 40 km സഞ്ചരിച്ചു. ശേഷിക്കുന്ന ആദ്യത്തെ 2 മണിക്കൂർ 30 km, ശേഷിക്കുന്ന 3 മണിക്കൂർ എത്ര സഞ്ചരിച്ചു? 40 km/h സഞ്ചരിച്ചു. അയാളുടെ ശരാശരി വേഗത, ആവറേജ് വെലോസിറ്റി. ഇങ്ങനെയുള്ള കണക്കുകൾ എന്ത് ചെയ്യണം? നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ടോട്ടൽ ഡിസ്റ്റൻസ് S is equal to UT ആണ്.
ഓക്കെ, ആവറേജ് വെലോസിറ്റി കാണണം വെച്ചാൽ ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ടോട്ടൽ ടൈം ആണ് ആവറേജ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതായത് ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ടോട്ടൽ ഡിസ്റ്റൻസ് എങ്ങനെയാണ് കണക്ക് കൂട്ടാം. ആദ്യത്തെ 30 കിലോമീറ്റർ 2 മണിക്കൂറിൽ സഞ്ചരിച്ചു. അപ്പോൾ 30 × 2 ചെയ്താൽ പോരെ, 30 × 2 ചെയ്താൽ 60 കിലോമീറ്റർ. ആദ്യത്തെ 60 കിലോമീറ്റർ സഞ്ചരിച്ചു. അടുത്ത 3 മണിക്കൂർ 40 കിലോമീറ്റർ വേഗതയിലാണ് സഞ്ചരിച്ചത്. അപ്പോൾ എത്ര വരും? 40 × 3. ഓക്കെ, 40 കിലോമീറ്റർ 3 മണിക്കൂർ ദൂരം സഞ്ചരിച്ചു. 40 മണിക്കൂർ വേഗതയിൽ 40 കിലോമീറ്റർ പെർ അവറിൽ 3 മണിക്കൂർ സഞ്ചരിച്ചു. അപ്പോൾ 40 × 3 120. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് എത്രയായി? 60 + 120 എത്രയായി? 180. അതിനടുത്ത ടോട്ടൽ ടൈം എത്രയാണ്? ആദ്യം 2 മണിക്കൂർ, പിന്നെ ഒരു 3 മണിക്കൂർ, മൊത്തം 5 മണിക്കൂർ. അപ്പോൾ ആവറേജ് വെലോസിറ്റി എത്രയാണ്? 180/5 വിച്ച് ഇസ് ഇക്വൽ ടു എത്ര? 18 × 10/5 എന്ന് ചെയ്യാം. 36 ആണ് ആൻസർ ബി ആണ് ആൻസർ. ഓക്കെ, ക്ലിയർ ആണല്ലോ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന്. ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈമാണ് ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത്. ആദ്യമായിട്ട് 2 മണിക്കൂർ 30 കിലോമീറ്റർ സഞ്ചരിച്ചു. അതിനർത്ഥം 30 × 2 60 കിലോമീറ്റർ. അടുത്ത 3 മണിക്കൂർ 40 കിലോമീറ്റർ പെർ അവർ സഞ്ചരിച്ചു. അപ്പോൾ ഓരോ കിലോമീറ്ററിലും എത്ര ദൂരം സഞ്ചരിക്കും? 40 കിലോമീറ്റർ സഞ്ചരിക്കും. അപ്പോൾ 3 മണിക്കൂറിൽ എത്ര സഞ്ചരിക്കും? 3 × 40 120 കിലോമീറ്റർ സഞ്ചരിക്കും. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 120 + 60 150. ടോട്ടൽ ടൈം എടുത്തത് 2 മണിക്കൂർ + 3 മണിക്കൂർ, മൊത്തം 5 മണിക്കൂർ. ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് 180/5. ഓക്കെ, ക്ലിയർ ആണല്ലോ. 180 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടിക്ക് 220 മീറ്റർ നീളമുള്ള മറ്റൊരു തീവണ്ടിയെ കടന്നു പോകുന്നതിന് സഞ്ചരിക്കേണ്ട ദൂരം എത്ര? അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. 2 ട്രെയിനിൻ്റെയും ലെങ്ത്തുകൾ തമ്മിൽ കൂട്ടുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ എത്ര വരിക? 220 + 180 വിച്ച് ഈസ് ഇക്വൽ ടു 400. ആൻസർ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ട്രെയിൻ അതിന്റെ യഥാർത്ഥ വേഗതയുടെ 3/4 സഞ്ചരിക്കുകയും 20 മിനിറ്റ് വൈകി ലക്ഷ്യസ്ഥാനത്ത് എത്തുകയും ചെയ്താൽ സാധാരണയായി യാത്ര പൂർത്തിയാക്കാൻ ട്രെയിൻ എടുക്കുന്ന സമയം മിനിറ്റുകളിൽ കണ്ടെത്തുക. ഇതൊക്കെ ഇങ്ങനെ ചെയ്യാം. നമുക്കറിയാം, 2 സമയത്തും വൈകി ഓടിയാലും നേരത്തെ എത്തിയാലും ട്രെയിൻ കവർ ചെയ്യുന്നത് ഒരേ ഡിസ്റ്റൻസ് ആണ് നമുക്കറിയാം. ഓക്കെ, എ ബി എന്ന പോയിന്റ് അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് എസ് ആണെന്ന് വയ്ക്കുക. അപ്പോൾ എസ് എങ്ങനെ കണക്ക് കൂട്ടുക? എസ് ഇസ് ഈക്വൽ ടു വി ടി ആണ്. അപ്പോൾ ട്രെയിനിൻ്റെ യഥാർത്ഥ സാധാരണ സ്പീഡ് എന്ന് പറയുന്നത് വി ആണ് വയ്ക്കുക. അത് ടി ടൈം കൊണ്ട് കവർ ചെയ്യുമെന്ന് വയ്ക്കാം. ഇപ്പോൾ എങ്ങനെയാണ്? 3/4 സ്പീഡിലാണ് പോകുന്നത്, 3/4 × ടി. അപ്പോൾ എത്ര ടൈം എടുക്കുക? സാധാരണ ടൈം എടുക്കുന്നതിനേക്കാൾ 20 മിനിറ്റ് കൂടുതലാണ് എടുക്കുക വയ്ക്കുക. അപ്പോൾ എന്ത് ചെയ്യാം? ഈ വിയും ക്യാൻസൽ കട്ട് ചെയ്ത് പോകും. അപ്പോൾ ടി ഈസ് ഈക്വൽ ടു 3/4 × ടി + 20 എന്ന് എഴുതാം. ഓക്കെ, അതിനർത്ഥം 40 ഈസ് ഈക്വൽ ടു 3t + 60 എന്ന് എഴുതാം. ഓക്കെ, 3 × 20 60. ഓക്കെ, 40 - 3t എത്രയാണ്? ടി ഈസ് ഈക്വൽ ടു 60. അപ്പോൾ സാധാരണ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് ടി എന്ന് നമ്മൾ തന്നിട്ടുണ്ട്. ഈ ടി നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ സാധാരണ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് ബി 60 ആണ് ആൻസർ. ഓക്കെ, ഇനി വേറൊരു വിധത്തിൽ ചെയ്യാം. അതായത് ട്രെയിൻ എസ് ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞു, വി ടി എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ വി ഇസ് ഈക്വൽ ടു S/T എന്നാണ്. അപ്പോൾ വെലോസിറ്റി കൂടുന്ന സമയത്ത് ടൈം എന്താവും? കമ്മിയാവും. അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് വെലോസിറ്റി എന്തായിരുന്നു? വെലോസിറ്റി എന്തായിട്ട് മാറി? 3/4 ആയി മാറി. അതായത് ഒറിജിനൽ റേഷ്യോ എന്ന് പറയുന്നത് 4:3 ആണ്. സാധാരണ വെലോസിറ്റി 4 ആണ് വെച്ചാൽ ഇപ്പോഴുള്ള വെലോസിറ്റി 3 ആണ്. ഓക്കെ, അപ്പോൾ ടൈം എങ്ങനെ വരിക? ടൈം ഇതിൻ്റെ ഉൾട്ടയായിട്ട് വരും. ഓക്കെ, 1/A/1/B എന്നുള്ള റേഷ്യോയിൽ വരും. അതായത് ടൈം എങ്ങനെ വരും? ഇതിൻ്റെ നേരെ ഉൾട്ട 3:4 വരും. ഓക്കെ, 3:4 വരും. അപ്പോൾ ഇവ തമ്മിലുള്ള ഒരു ഡിഫറൻസ് പറയുന്നത് എത്രയാണ്? 20 മിനിറ്റ് ആണ്. ക്ലിയർ ആണോ? അതായത് 3 ടൈം സാധാരണ 3 റേഷ്യോയിൽ വരേണ്ട ആൾ 4 റേഷ്യോയിൽ വന്നപ്പോൾ 4 റേഷ്യോ ടൈം എടുത്തപ്പോൾ 20 മിനിറ്റ് വൈകി. അതായത് ഇവ തമ്മിലുള്ള ഡിഫറൻസ് 4 - 3 1 എന്ന് പറയുന്നത് 1 യൂണിറ്റ് എന്ന് പറയുന്നത് 20 മിനിറ്റ് ആണ്.
നമുക്ക് എത്ര യൂണിറ്റ് കണ്ടത്? 3 യൂണിറ്റ് കണ്ടത്. അപ്പോൾ 3 × 20 60. ഇത് ഇങ്ങനെയും ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണല്ലോ. നമുക്കിനി അടുത്ത കണക്കിലേക്ക് പോകാം. മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗതയിൽ എയിൽ നിന്ന് ബിയിലേക്ക് ഒരു നേർരേഖയിലൂടെ കാർ നീങ്ങുകയും തിരികെ ബിയിൽ നിന്ന് എയിലേക്ക് മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗതയിൽ മടങ്ങുകയും ചെയ്തു. അപ്പോൾ കാറിന്റെ ശരാശരി വേഗത എത്രയാണ്? എയിൽ നിന്ന് ബിയിലേക്ക് 60 കിലോമീറ്റർ സഞ്ചരിച്ചു. തിരിച്ച് ബിയിൽ നിന്ന് എയിലേക്ക് 40 കിലോമീറ്റർ സ്പീഡിൽ സഞ്ചരിച്ചു. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ പകുതി ഡിസ്റ്റൻസ് 60 km/h പകുതി ഡിസ്റ്റൻസ് 40 km/h സഞ്ചരിച്ചത്. അപ്പോൾ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് എത്രയാണെന്ന് ഞാൻ പറഞ്ഞത്? 2 × u1 u2 / u1 + u2 ആണ്. അപ്പോൾ എത്ര വരിക? 2 × 60 + 40 / 60 + 40. അപ്പോൾ എത്ര വരും? 6 × 12 4 28 വരും ആൻസർ. ഓക്കെ, സോറി, 6 4 24 24 × 2 48 വരും. ഓക്കെ, 48 ആൻസർ വരിക. ഓപ്ഷൻ ബി ആണ് ആൻസർ. ക്ലിയർ ആണല്ലോ. അതായത് നമ്മുടെ പകുതി ദൂരം u1 വെലോസിറ്റിയിലും ബാക്കി പകുതി ദൂരം u2 വെലോസിറ്റിയിലും സഞ്ചരിക്കുന്ന സമയത്ത് നമ്മുടെ ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 2 × u1 u2 / u1 + u2 ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 200 മീറ്റർ നീളമുള്ള ട്രെയിൻ 13 സെക്കൻഡിനുള്ളിൽ 320 മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോമിലൂടെ കടന്നു പോകുന്നു. 160 മീറ്റർ പ്ലാറ്റ്ഫോം കടക്കാൻ എത്ര സമയമെടുക്കും? അപ്പം നമുക്ക് കണക്കിലേക്ക് പോവാം. അപ്പോൾ പ്ലാറ്റ്ഫോമിൻ്റെ ഇത് തന്നിട്ടുണ്ട്. എത്രയാണ്? 320 തന്നിട്ടുണ്ട്. അടുത്ത പ്ലാറ്റ്ഫോം എത്രയാണ്? 160 മീറ്ററിന് തന്നിട്ടുണ്ട്. ഓ, ഇതിൻ്റെ പകുതിയല്ലേ ഉള്ളൂ ഇത്. അപ്പോൾ ഈ പകുതി സമയം മതി എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും 13 സെക്കൻഡ് പോയിട്ട് 6.5 സെക്കൻഡ് എഴുതി അതിൻ്റെ തെറ്റാവും. ഓക്കെ, നമുക്കത് എങ്ങനെ ചെയ്ത് നോക്കാം. ആദ്യം 320 മീറ്റർ നീളമാണ് പ്ലാറ്റ്ഫോമിന്. അപ്പോൾ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 320 മീറ്റർ പ്ലാറ്റ്ഫോമിൻ്റെ നീളം പ്ലസ് 200 മീറ്റർ ട്രെയിനിൻ്റെ നീളം, മൊത്തം 520 മീറ്റർ. ഈ 520 മീറ്റർ എത്ര സെക്കൻഡ് എടുത്തു? 13 സെക്കൻഡ് എടുത്തു. അപ്പോൾ 1 മീറ്റർ കടക്കാൻ എത്ര സമയം എടുത്തു? 13/520 എടുത്തു. ഇനി എത്ര കടക്കാനുള്ളത്? 120 മീറ്റർ പ്ലാറ്റ്ഫോം. അപ്പോൾ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് എത്ര? 160 പ്ലസ് 200 ട്രെയിനിൻ്റെ ലെങ്ത് എടുക്കണം. അപ്പോൾ 360. അപ്പോൾ എത്രയാണ്? 360 മീറ്റർ കണക്ക് കിട്ടാൻ എത്ര എടുക്കും? 13/520 × 360. ഇതും വിട്ടുപോയി. 36 52 13 52 വിട്ടുപോയി 4 36/4 9 സെക്കൻഡാണ് ആൻസർ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നമുക്കത് നേരെ കറക്റ്റായിട്ട് ഇങ്ങനെ ഈസി പണിയാണ്ട് ഡയറക്റ്റായിട്ട് കറക്റ്റായിട്ട് ചെയ്യാൻ വെച്ച് എന്ത് ചെയ്യും? നമുക്ക് ടോട്ടൽ ലെങ്ത് എത്ര കിട്ടിയിട്ടുണ്ടായിരുന്നു? ഫസ്റ്റ് ടൈമിൽ 320 മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോം പ്ലസ് ട്രെയിനിൻ്റെ ലെങ്ത് 200 മീറ്റർ. അപ്പോൾ 520 മീറ്റർ. ഓക്കെ, 13 സെക്കൻഡാണ് സമയം എടുത്തത്. അപ്പോൾ ട്രെയിനിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത്, ട്രെയിനിൻ്റെ വേഗത എന്ന് പറയുന്നത് 520/13, അതായത് 40 മീറ്റർ പെർ സെക്കൻഡ്. ഇനി 660 മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോം കിടക്കണം. അപ്പോൾ എത്ര വരും? ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 160 + 200 = 360 മീറ്റർ. വെലോസിറ്റി എന്ന് പറയുന്നത് 40 മീറ്റർ പെർ സെക്കൻഡ്. നമ്മളത് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ടൈം എന്ന് പറയുന്നത് 360/40 = 9. ഇങ്ങനെയാണ് നമുക്കത് കണ്ടുപിടിക്കേണ്ടത്. അടുത്തത്, ഒരാൾക്ക് 1 സെക്കൻഡിൽ 12 മീറ്റർ പിന്നിടാൻ കഴിയുമെങ്കിൽ 3 മണിക്കൂറും 45 മിനിറ്റും കൊണ്ട് എത്ര കിലോമീറ്റർ പിന്നിടാനാവും? അപ്പോൾ തന്നിരിക്കുന്നത് അയാളുടെ വേഗത എന്ന് പറയുന്നത് 12 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ 1 കിലോമീറ്ററിൽ എത്രയാണ് വേഗത എന്ന് പറയുന്നത്? നമ്മൾ പറഞ്ഞിരുന്നു 1 കിലോമീറ്റർ പെർ അവർ എന്ന് പറയുന്നത് 5/18 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 1 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 18/5 കിലോമീറ്റർ പെർ അവർ ആണ്. അപ്പോൾ 12 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 18/5 × 12 ആണ്. നമുക്ക് തന്നിരിക്കുന്നത് 3 മണിക്കൂറാണ്. 3 മണിക്കൂറും 45 മിനിറ്റും. അപ്പോൾ 3 മണിക്കൂറും 45 മിനിറ്റും പറയുമ്പോൾ എത്ര വരും? ഇൻറ്റു 45 മിനിറ്റ് എന്ന് പറയുന്നത് 3.75 ആണ്. ഓക്കെ, 1 മണിക്കൂറിൻ്റെ മുക്കാൽ ഭാഗം, 4 3 ഭാഗമാണല്ലോ. അപ്പോൾ മുക്കാൽ ഭാഗം, അപ്പോൾ 3.75. ഇത് ചെയ്താൽ നമുക്ക് കിട്ടുക ആൻസർ. നമുക്കൊന്ന് നോക്കാം. 18 × 12 × 375/5 × 100. ഇത് ചെയ്യുമ്പോൾ എത്ര വരും?
അപ്പോൾ 18 ഇൻറ്റു 9 ഓക്കെ. അപ്പോൾ 9 72 സിസ്റ്റം 7 9 16 162 ആൻസർ സി ആണ് വരിക. ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? 12 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 18/5 ഇൻറ്റു 12 ഇൻറ്റു 3.25 മണിക്കൂർ. ഓക്കെ. 3 മണിക്കൂർ 45 മിനിറ്റും. 45 മിനിറ്റ് പറഞ്ഞാൽ എത്രയാണ്? 45 മിനിറ്റ് പറഞ്ഞാൽ 3.3 മണിക്കൂറാണ്. ഓക്കെ. 3.75 അങ്ങനെയാണ് ചെയ്യേണ്ടത്. 162 കിലോമീറ്റർ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ബൈ.